ഇപ്പോൾ സന്തോഷമായല്ലേ? സന്തോഷമായി മോളെ. 8 വർഷം അവിടെ കിടന്നില്ലേ. ഒരു ഫ്ലാറ്റിന് നമ്മൾ 552 സ്ക്വയർ ഫീറ്റാണ് ഒരു ഫ്ലാറ്റിൻ്റെ സൈസ്. ആ ഫ്ലാറ്റിനുള്ളിൽ നമ്മൾ 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ശൗചാലയം, ഒരു ഹാള് ഇത്രയും ഉൾപ്പെടുന്നതാണ് ഒരു ഫ്ലാറ്റ്. മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ മുട്ടത്തറയിൽ നടപ്പിലാക്കിയ പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ 332 ഫ്ളാറ്റുകൾ ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് പുനർഗേഹം പദ്ധതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അനിൽകുമാറാണ് സംസാരിക്കുന്നത്. പുനർഗേഹം പദ്ധതിയും കീഴിൽ വ്യക്തിഗത ഭവനങ്ങൾ അവരുടെ വ്യക്തികൾ തന്നെ കണ്ടെത്തുന്ന ഭൂമിയിൽ അവർക്ക് ഭവനം നിർമ്മിക്കുമ്പോൾ 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുന്നതും, അതോടൊപ്പം സർക്കാർ കണ്ടെത്തുന്ന ഭൂമിയിൽ സർക്കാർ സ്വകാര്യ ഭൂമി വിലയ്ക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ സർക്കാർ ഭൂമിയിലോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കൈമാറി കിട്ടുന്ന ഭൂമിയിലോ ഫ്ലാറ്റുകൾ വെച്ച് നൽകുന്ന രീതിയും, പിന്നെ റെസിഡൻഷ്യൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ഗുണഭോക്താക്കൾക്ക് തന്നെ ഒന്നിലധികം പേർക്ക് മൾട്ടി സ്റ്റോറി ആയിട്ട് ബിൽഡിംഗ് വെച്ച് മാറുന്ന രീതിയും ആണ്. നമ്മൾ 3 രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുട്ടത്തറ വില്ലേജിൽ, തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ വില്ലേജിൽ നമ്മൾ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൈമാറി കിട്ടിയ 8 ഏക്കർ സ്ഥലത്ത് നമ്മൾ 7 ഏക്കറിലാണ്, 1 ഏക്കർ നമ്മൾ പൊതു സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന 7 ഏക്കറിലാണ് നമ്മൾ 400 ഫ്ലാറ്റുകൾ വിഭാവനം ചെയ്തത്. അതിൽ നമ്മൾ 332 ഫ്ലാറ്റുകൾ ഇന്ന് ഇവിടെ മുഖ്യമന്ത്രി താക്കോൽ കൈമാറുകയാണ്. ബാക്കി വരുന്ന 68 എണ്ണം നമ്മൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു അനുമതി കൂടി കിട്ടാനുണ്ട്. 20,000 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഒരു കൺസ്ട്രക്ഷന് നമുക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമാണ്. ഈ അനുമതി കിട്ടിയാലുടനെ നമ്മൾ അതൊരു 6 മാസമാണ് പ്രതീക്ഷിക്കുന്നത്. 68 എണ്ണം കൂടി പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതാണ്. എങ്ങനെയാണ് ഓരോ ഫ്ലാറ്റിൻ്റെയും സൗകര്യങ്ങളൊക്കെ വരുന്നത്? ഒരു ഫ്ലാറ്റിന് നമ്മൾ 552 സ്ക്വയർ ഫീറ്റാണ് ഒരു ഫ്ലാറ്റിൻ്റെ സൈസ്. ആ ഫ്ലാറ്റിനുള്ളിൽ നമ്മൾ 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ശൗചാലയം, ഒരു ഹാള് ഇത്രയും ഉൾപ്പെടുന്നതാണ് ഒരു ഫ്ലാറ്റ്. വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് എല്ലാം. പിന്നെ മൂല്യമുള്ള ടൈലും അതൊക്കെ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിലാണ് ഫർണിഷ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലാണ് നമ്മൾ ഈ 332 ഫ്ലാറ്റുകളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്ലാറ്റ് സമുച്ചയം ലഭിച്ച ഒരു മത്സ്യത്തൊഴിലാളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? 8 വർഷക്കാലമായി ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ട് ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ 16 കുടുംബം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 17 കുടുംബം ഒരുമിച്ച് താമസിച്ചതായിരുന്നു. 16 കുടുംബവും വാടകയ്ക്ക് പോയി. എൻ്റെ ഒരു കുടുംബം മാത്രം വാടകയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. എനിക്കതൊരു നിഷ്ഠയായിരുന്നു. എനിക്ക് എന്ന് നഷ്ടപ്പെട്ട ഭവനത്തിന് പകരം ഭവനം കിട്ടുമോ അന്ന് മാറുന്നതല്ലാതെ ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വരെ ഞങ്ങൾ ആ ക്യാമ്പിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ സന്തോഷമായല്ലേ? സന്തോഷമായി മോളെ. 8 വർഷം അവിടെ കിടന്നില്ലേ. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണം കഴിക്കാത്ത ഒരു മകനും ഉണ്ട്. പിന്നെ 2 മക്കളും മാരേജായ കുടുംബമാണ്. മോളും കുടുംബം എൻ്റെ കൂടെയാണ്, മോനും കുടുംബം എൻ്റെ കൂടെയായിരുന്നു. പക്ഷെ അവർക്കൊരു ഭവനം ലഭിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്നുവെച്ചാൽ മോളുടെ റേഷൻ കാർഡ് അവരിപ്പോഴും ചെറിയൻകീഴല്ല താഴമ്പള്ളിയിൽ താമസം ആയതുകൊണ്ട് മോളുടെ ഹസ്ബൻഡിൻ്റെ കുടുംബ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. നമ്മുടെ ഭവനം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ മോനും കുടുംബവും താമസിക്കുന്നത് വാടകയ്ക്കാണ്. വാടക കൊടുക്കേണ്ട കഴിവ് പോലും അതുകൾക്കില്ല. എന്നാലും കഷ്ടപ്പെട്ട് കടലമ്മ തരുന്നതിൽ അംശം ഒതുക്കി പിടിച്ച് തന്നെ അവർ വാടക കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ അമ്മയാണ് ഞാൻ. ഏതാണ് ഫ്ലാറ്റ് നമ്പർ? 49ാമത്തെ നമ്പറാണ്. ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പാലുകാച്ചൽ നടത്തി കയറി താമസിക്കുന്നത്? അത് എൻ്റെ ഒരു ആഗ്രഹം. ഓഗസ്റ്റ് 15 മിക്കവാറും ഓഗസ്റ്റ് മാസം മൊത്തം കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. 8 വർഷം താമസിച്ച ഇടത്തുനിന്ന് മാറി ഇങ്ങോട്ട് വരാൻ വേണ്ടി അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഉടനെ തന്നെ. അതുകൊണ്ട് ഈ ഒരു മാസം മിക്കവാറും അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ.
8 വർഷം പ്ലാസ്റ്റിക് മറച്ച ഷെഡിൽ നരകയാതന അനുഭവിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോൾ ആ കഷ്ടപ്പാടിന് അവസാനമായി. കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഈ ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി പാലുകാച്ചൽ കർമ്മങ്ങളൊക്കെ നടത്തി കയറി താമസിക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.